ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ +1 NCERT സിലബസ് ബേസ് ചെയ്ത് പഠിക്കുന്ന നമ്മുടെ CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം 11th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു സുവോളജി പോർഷൻ ഉണ്ടല്ലേ. അപ്പോൾ അത് ഒട്ടുമിക്ക പേർക്കും കുറച്ച് പേടിയോടുകൂടി കാണുന്ന ഒരു ചാപ്റ്ററാണ്. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ്, പക്ഷെ അതിൽ സംഭവമൊന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യാണ്. അറിയാൻ മേലാത്ത, ചാപ്റ്റർ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഓക്കെ, സോ ബയോമോളിക്യൂൾസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് നമുക്കത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ കെമിക്കൽ ഓർ മോളിക്യൂൾ ദാറ്റ് പ്രസന്റ് ഇൻ ലിവിങ് ഓർഗാനിസം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ദാറ്റ് പ്രസന്റ് ഇൻ ദി ലിവിങ് ഓർഗാനിസം, റൈറ്റ്? സോ ദേ ആർ ദ കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് പ്രസന്റ് ഇൻ ദി ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസത്തിലുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ബയോമോളിക്യൂൾസ്. അത് രണ്ട് ടൈപ്പ് നമുക്ക് പറയാം, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. നമുക്ക് ടിഷ്യൂവിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്കതിലൂടെ നമുക്ക് മൈക്രോ മോളിക്യൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ലിവിങ് ടിഷ്യൂസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വെജിറ്റബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിവിങ് ടിഷ്യൂസിനെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുക. ഇപ്പോൾ ഒരു ചിക്കൻ്റെ ലിവർ പീസ് ആണെങ്കിൽ അതെടുക്കുക. നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടർ ആൻഡ് പിസ്റ്റൽ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉണ്ടല്ലോ, ആ സാധനത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈക്ലോറോ അസിറ്റിക് ആസിഡും കൂടി യൂസ് ചെയ്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു തിക്ക് സ്ലറി ആവുന്നിടം വരെ നമ്മൾ അതിനെ ഗ്രൈൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോത്ത് യൂസ് ചെയ്ത്, ചീസ് ക്ലോത്തോ മസ്ലിൻ ക്ലോത്തോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് പോർഷനായിട്ട് ഫിൽട്രേറ്റ് വരും അല്ലേ. അപ്പം ഞാൻ ഒട്ടായിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് നമുക്ക് ഫിൽട്രേറ്റ് കിട്ടും. അപ്പോൾ ആസിഡ് സോലുബിൾ ആയിട്ടുള്ള പൂളും കിട്ടും, ആസിഡ് ഇൻസോലുബിൾ ആയിട്ടുള്ളൊരു പൂളും നമുക്ക് അവിടെ കിട്ടും. അപ്പം നമ്മളൊരു ചായ ഇടാൻ പോവുക. ചായ ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൽ തേയിലപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചായ ഇട്ടു. ചായ കുടിക്കാറാകുമ്പോൾ നമ്മൾ അതിനെ അരിച്ചെടുക്കും അല്ലേ. അപ്പോൾ അരിച്ചെടുക്കുമ്പം ആ വെള്ളത്തിൽ കുറച്ച് തേയിലയൊക്കെ അരിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. ആ അരിപ്പ പാത്രത്തിൽ കുറച്ച് ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസും കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അരിപ്പയിൽ നിന്ന് അരിച്ച് വരാത്തത് കുറച്ച് ലാർജ് സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. ഇതേ കണക്കിന് തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഫിൽട്ടർ ചെയ്ത് വരുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും, മേളിൽ ലാർജ് സൈസിൽ ഫിൽട്ടർ ചെയ്ത് വരാത്തൊരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പം മേളിൽ ഫിൽട്ടർ ചെയ്ത് വരാത്ത ഭാഗത്തിനെ നമ്മൾ എന്താ പറയുക, റിട്ടൻഡേറ്റ് എന്ന് പറയും. റിട്ടൻഡേറ്റ് അത് ആസിഡ് ഇൻസോലുബിൾ ആണ്. പക്ഷെ താഴെയുള്ള ഭാഗം ഫിൽട്ടർ ചെയ്തിട്ട് താഴേക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതെന്താണ്, അത് ഫിൽട്രേറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതൊരു നമുക്കറിയാം, അതൊരു ആസിഡ് സോലുബിൾ ആയിട്ടുള്ള പൂളാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് ഫിൽട്രേറ്റ് ആയിട്ട് കിട്ടുന്ന അവിടെ എന്താ, കുറച്ച് സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പം അത് മോളിക്കുലാർ വെയിറ്റ് കുറവുള്ള കുറച്ച് മോളിക്യൂൾസ് ആയിരിക്കും അതിൽ വരിക. 1000 ഡാൾട്ടണിൽ ലെസ് ആയിട്ടുള്ള മോളിക്കുലാർ വെയിറ്റ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് ആ ഒരു ഫിൽട്രേറ്റിൽ വരുന്നത്. അത് മൈക്രോ മോളിക്യൂൾസ് ആണ്. പക്ഷെ മേളിൽ അരിച്ചു വരാത്ത, ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരാത്ത ഭാഗം മാക്രോ മോളിക്യൂൾസ് ആണ്. കാരണം അതിൻ്റെ സൈസ് കുറച്ചുകൂടെ ലാർജർ ആണ്, അതുകൊണ്ടാണ് അത് ഫിൽട്രേറ്റ് ചെയ്ത് വരാത്തത്. അങ്ങനെ മോളിക്യൂൾസിനെ വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ 2 കാറ്റഗറീസ്, ദാറ്റ് ഇസ് മൈക്രോ ആൻഡ് മാക്രോ മോളിക്യൂൾസ്. അതിൽ മൈക്രോ മോളിക്യൂൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയുമ്പം അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എത്രയായിരിക്കുമെന്ന് അറിയാമോ? അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് വളരെ കുറവായിരിക്കും. അതായത് ഏകദേശം ഒരു 1000 ഡാൾട്ടണിൽ താഴെ, അല്ലെങ്കിൽ 800 ഡാൾട്ടൺ താഴെ ആയിരിക്കും ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് വരിക. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മൈക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മൈക്രോ മോളിക്യൂൾസിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമ്മുടെ അമിനോ ആസിഡ്സ്, പിന്നെ എന്താ പറയുക, നൈട്രജൻ ബേസസ് അല്ലേ. ന്യൂക്ലിക് ആസിഡ് പഠിക്കുമ്പോൾ അതിനകത്ത് നൈട്രജൻ ബേസസ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ നൈട്രജൻ ബേസസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് എന്താണ്, ഒരു മൈക്രോ മോളിക്യൂളാണ് അല്ലേ. മൈക്രോ മോളിക്യൂൾ എന്ന് വെച്ചാൽ മോളിക്കുലാർ വെയിറ്റ് കുറവുള്ള ഒരു മോളിക്യൂളാണ് അമിനോ ആസിഡ്. സോ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ട് സ്ട്രക്ചർ, ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീതെയിൻസ് എന്നാണ് പറയുന്നത്. അമിനോ ആസിഡ്സ് ആർ ഓൾസോ കോൾഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീതെയിൻസ്. കാരണം മീതെയിൻ്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം, ഏകദേശം CH4 ആണ് അല്ലേ. ഒരു കാർബൺ ആറ്റം വരും, അതിനെ അറ്റാച്ച് ചെയ്ത് 4 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീതെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ, മീതെയിൻ്റെ സ്ട്രക്ചറിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊസിഷനിൽ വേറെ
പുതിയ 4 ഗ്രൂപ്പുകാർ കയറി വന്നിരിക്കുമ്പം അത് എന്തായിട്ട് മാറുന്നു, അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചറായിട്ട് മാറുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ ആളുകളാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒരു ഭാഗത്ത് അമിനോ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് എന്താണ് ആസിഡ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ H എന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. പിന്നെ R എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഫോമും അവിടെ കാണും, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഗ്രൂപ്പ് അതിൽ അറ്റാച്ച് ചെയ്ത് കാണും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിഗർ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, തല തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു look here, you can see that a amino group is present and a carboxyl group is present, and R is a variable group, side chain is present, and H hydrogen atom is present. So this is the structure of amino acid, right? Okay. ഇനി നമുക്കറിയാം ഒരു അമിനോ ആസിഡ്സ് ആണ് ഉള്ളത്, അല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദി വേൾഡ്. അപ്പോൾ ഈ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ബേസിക് സ്ട്രക്ചർ അമിനോ ആസിഡിനുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ആസിഡ് ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, H ഗ്രൂപ്പ് ആൻഡ് R ഗ്രൂപ്പ്. ഈ R ഗ്രൂപ്പ്, ഈ വേരിയബിൾ ഗ്രൂപ്പിൽ അവിടെ വരുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റം ആണെന്നുണ്ടെങ്കിൽ ആ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്ലൈസീൻ ആയിരിക്കും. ഗ്ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയിരിക്കും. മിസ് ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടോ, look here, you can see that carbon is here and H group is there, acid group and amino group is there, and in the position of R group, ഈ R ഗ്രൂപ്പ് വരേണ്ട സ്ഥാനത്ത് ആറിൻ്റെ ഭാഗത്ത് ആര് വന്നു, H വന്നു, ഹൈഡ്രജൻ ആണ് വന്നെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ, ഇതെന്ന് പറയുന്നത് ഗ്ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. ഓക്കെ, ഗ്ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതേസമയം R ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ നോക്കി, ഹിയർ കം CH3 ആണ് R ഗ്രൂപ്പിൽ വന്നെങ്കിൽ ഈ പറയുന്ന അമിനോ ആസിഡ് എന്താണ്, എലാനിൻ ആണ്. അതേപോലെ R ഗ്രൂപ്പിൽ ഇപ്പം CH2OH ആണെങ്കിൽ ദറ്റ് അമിനോ ആസിഡ് ഈസ് സെറീൻ. ക്ലിയർ ആയോ? ഓക്കെ, സോ പ്രോട്ടീൻ സിന്തസിസിന് മെയിൻലി 20 അമിനോ ആസിഡ്സ് ആണ് പ്രസൻറ്റ്. അപ്പോൾ ആ അമിനോ ആസിഡ്സിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം: ആസിഡിക് അമിനോ ആസിഡ്, ബേസിക് അമിനോ ആസിഡ്സ് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡ്. ആസിഡിക് അമിനോ ആസിഡിന് എക്സാമ്പിളാണ് മക്കളെ ഗ്ലൂട്ടാമിക് ആസിഡ് കേട്ടോ. അതായത് അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും എന്തായിരിക്കും, ആസിഡിക് ഗ്രൂപ്പാണ് വരുന്നത്. നമ്മൾ പറഞ്ഞ COOH ഗ്രൂപ്പ് ആയിരിക്കും കൂടുതലും വരുന്നത്. അങ്ങനെയുള്ള ആസിഡ്സിനെ നമ്മൾ ആസിഡിക് അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഇസ് ഗ്ലൂട്ടാമിക് ആസിഡ്. ദെൻ ബേസിക് അമിനോ ആസിഡ്സ്, എക്സാമ്പിൾ ഇസ് ലൈസിൻ. ബേസിക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആരായിരിക്കും, ബേസിക് ഗ്രൂപ്പ് ആയിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ, ഇതാണ്ട് ബേസിക് ഗ്രൂപ്പ്. ഈ സ്ട്രക്ചർ കണ്ടോ, ഈ കോളം ചെയ്തേക്കുന്നുണ്ട്, ഇവിടെ ബേസിക് ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ കൂടുതലും ബേസിക് ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. സോ ദാറ്റ് ഇസ് ബേസിക് അമിനോ ആസിഡ്. ആൻഡ് അതിന് എക്സാമ്പിളാണ് ലൈസിൻ. അതുകൂടാതെ ന്യൂട്രൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിളാണ് വാലിൻ, അതായത് കാർബോക്സിലും അമിനോ ഗ്രൂപ്പും. അപ്പോൾ അങ്ങനെയുള്ളത് ന്യൂട്രൽ അമിനോ ആസിഡ്സ് ആണ് കേട്ടോ. അതുകൂടാതെ ചില അമിനോ ആസിഡ് എന്താണ്, അരോമാറ്റിക് ആണ്. അതിന് എക്സാമ്പിൾ, അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്മെല്ല് പ്രൊവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ, തൈറോസിൻ, ഫീനൈൽ അലാനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. Then amino acids again classified into two, that is essential and non-essential amino acid. Essential amino acids എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്, cannot be synthesized by your body. ബട്ട് നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എസെൻഷ്യൽ അമിനോ ആസിഡ് ഇസ് സപ്ലൈ ത്രൂ ദ ഡയറ്റ് കേട്ടോ. ഡയറ്റിലൂടെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് സപ്ലൈ ചെയ്യുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ എക്സാമ്പിളാണ് ലൈസിൻ, ലൂസിൻ, ഐസോലൂസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, ക്ലിയർ. ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന് എക്സാമ്പിളാണ് ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ ആൻഡ് ആർജിനിൻ. ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. പിന്നെ അമിനോ ആസിഡ്സിന് എന്താ, അയണൈസബിൾ നേച്ചർ കാണിക്കും. അയണൈസബിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിനോ ഗ്രൂപ്പും അതിൽ ആസിഡിക് ഗ്രൂപ്പ് എന്ത് കാണിക്കുന്നുണ്ട്, ഒരു അയണൈസബിൾ നേച്ചർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല pH വരുമ്പോൾ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്.